കോഴിക്കോട് നഗരത്തിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് പോസ്റ്ററുകൾ. ഡി.സി.സി ഓഫീസിന് സമീപത്താണ് ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റൻ തന്നെ എന്ന പേരിൽ ഫ്ലക്സ് ഉയർന്നത്. സെലക്ടറും പരിശീലകനും കപ്പ് വാങ്ങുന്നത് എതിർപ്പിനിടയാക്കുമെന്നും പരാമർശമുണ്ട്. വിവരങ്ങളുമായി ബെൻസൺ ചേരുന്നുണ്ട്. ബെൻസൺ, ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ വളരെ കൃത്യമായി ഒരു മാച്ചിന്, ഇതിലൊരു കായിക ഇനത്തിന് സമാനമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കൂടി അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് കൂടി വന്നിരിക്കുകയാണ്. സതീശന് അനുകൂലമായി ഫ്ലെക്സുകൾ തുടർച്ചയായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായിരുന്നു, ഇപ്പോൾ കോഴിക്കോട് വീണ്ടും ഉയർന്നിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അതെ ഹർഷൻ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ നഗരഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി മുതൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. അതിലെ വരികൾ ഇത്തരത്തിലാണ്: ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റൻ, സെലക്ടറും പരിശീലകനും വാങ്ങുന്നത് എതിർപ്പിനിടയാക്കും, നിലപാടുകളുടെ രാജകുമാരൻ, മതേതര കേരളത്തിന്റെ വാഗ്ദാനം, വി.ഡി. സതീശൻ മലയാളക്കരയെ നയിക്കട്ടെ, ജയ് കോൺഗ്രസ്. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് ഈ ഒരു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഡി.സി.സി ഓഫീസിന് തൊട്ട് മുൻവശത്തായൊക്കെയാണ് ഈ പോസ്റ്ററുകളൊക്കെ വെച്ചിട്ടുള്ളത്, ഈ ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുമുണ്ട്. എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരുന്നാൽ ഇതിന്റെ ഒരു അന്തിമ ഫലം അറിയാൻ സാധിക്കും. അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ പല വിധത്തിൽ ആരാകണം മുഖ്യമന്ത്രി എന്നതിന്റെ ചർച്ചയാണ് കോൺഗ്രസിൽ പ്രധാനമായും മുൻപിട്ട് നിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളിലെല്ലാം തന്നെ ഫ്ലെക്സുകൾ പല ഭാഗങ്ങളിലായി, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ അത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വി.ഡി. സതീശന്റെ പേരിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലാണെങ്കിലും അത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ കാണാൻ തുടങ്ങിയത്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ തുടങ്ങിയത്. വരും ദിവസങ്ങളിൽ ഇത് തുടരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിൽ അതുവരെയും മാറ്റിയിട്ടില്ല, ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അതിലെ വാക്കുകളും പ്രസക്തമാണ് ഹർഷൻ.